എന്തുകൊണ്ടാണ് ഈ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞൊരു രാജ്യം അല്ലെ ന്യൂസിലൻഡിലേക്ക് മറ്റുള്ള രാജ്യങ്ങളെക്കാൾ ഇന്ന് ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ കാരണം? നമ്മുടെ നാട്ടിൽ പൊതുവെ കണ്ടുള്ള നേഴ്സ് എൻ്റെ മനസ്സിലൊക്കെ ഉള്ളത് ആദ്യകാലത്തൊക്കെ മിഡിൽ ഈസ്റ്റ് ആയിരുന്നു, കാനഡ, US, UK ഇവിടെയൊക്കെ ആയിരുന്നു. പെട്ടെന്നാണ് ഈ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നൊക്കെ. എന്താണ് ഇതിന് കാരണം? ഓസ്ട്രേലിയ നേരത്തെയും പോപ്പുലർ ആണ്, പക്ഷേ മിക്ക നഴ്സസിനും പെട്ടെന്ന് എത്തിപ്പറ്റാത്തത് കൊണ്ടും അധികം ആരും ഗൈഡ് ചെയ്യാനില്ലാത്തത് കൊണ്ടുമാണ് അവർ ഈ പറഞ്ഞ UK, അയർലൻഡിലൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയല്ല. ഇപ്പോൾ ഓസ്ട്രേലിയൻ പ്രോസസ്സിനെ കുറിച്ച് കാൻഡിഡേറ്റ്സ് കുറച്ചുകൂടെ അവെയർ ആണ്. എന്താണെന്നുള്ള ക്ലിയർ കട്ടായിട്ടുള്ള ഇമേജും നമ്മൾ കൊടുക്കാറുണ്ട്. സോ ഇതൊരു മെയിൻ റീസൺ ആണ് ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യാനായിട്ട്. പിന്നെ ന്യൂസിലൻഡിന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ, ന്യൂസിലൻഡ് ജോബിന് ഇപ്പോൾ കുറച്ച് അവരൊന്ന് പോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഓസ്ട്രേലിയ ആണ് ഇപ്പം എമർജിംഗ് ആയിട്ട് നഴ്സസിനെ. മറ്റുള്ള രാജ്യങ്ങൾ വെച്ച് ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ക്ലൈമറ്റിൽ ഓസ്ട്രേലിയ ഏകദേശം ഇന്ത്യൻ ക്ലൈമറ്റുമായിട്ട് സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. UK, അയർലൻഡിലൊക്കെ മൈഗ്രേറ്റ് ചെയ്താലും അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലേക്ക് വരാന്നുള്ളതാണ്. കാരണം UK അത്യാവശ്യം ക്ലൈമറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാനഡയും തണുപ്പാണ്. അതെ, ഭയങ്കര തണുപ്പാണ്. ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ക്വീൻസ്ലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ കേരളമായിട്ട് സിമിലർ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. പല വീഡിയോസിലും കാണാനായിട്ട് സാധിക്കും. കൃഷി കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ അവിടെയും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് അതൊരു മെയിൻ റീസൺ ആണ്. പിന്നെ അതെ, പിന്നെ നഴ്സസിന് കൂടുതലും സെറ്റിൽ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ PR ഫ്രണ്ട്ലി കൺട്രി എന്ന് പറയുന്നത് നഴ്സസിൻ്റെത് ഓസ്ട്രേലിയ തന്നെയാണ്. ഇതൊക്കെ ഒരു റീസൺ ആണ് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട്. ഇത് കൂടാതെ ഈ ഡയറക്റ്റ് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഇപ്പോൾ ഒരു പാത്വേ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. UK, അയർലൻഡ്, സ്പെയിൻ, സിംഗപ്പൂർ, US തുടങ്ങിയ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിന് എക്സാംസ് ഒന്നും ഇല്ലാതെ തന്നെ ഓസ്ട്രേലിയയിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ട്. ഡെസ്മയ്ക്ക് വരുന്ന ഇപ്പോൾ വന്നിട്ടുള്ള ക്ലയൻസ് എല്ലാം കേരളത്തിൽ നിന്ന് മാത്രമാണോ? അല്ല, നമുക്ക് കൂടുതൽ കാൻഡിഡേറ്റ്സ് ഉള്ളത് ഗൾഫ് കൺട്രീസിൽ നിന്നാണ് ഒത്തിരി നഴ്സസ്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ അവരുടെ വർക്ക് ഷിഫ്റ്റ് വളരെ ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഹെക്ടിക് ആയിരിക്കും. അതുകൊണ്ട് അവർ കൂടുതലും മൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഒരു വീട് വാങ്ങിക്കാനൊക്കെ ആണെങ്കിൽ ഓസ്ട്രേലിയ ആണ് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ. GCCയിലെ ക്ലൈമറ്റ് വൈസ് ആണ് എമൗണ്ട് അഫോർഡ് ചെയ്യാനൊക്കെ അവർക്ക് ജോലി ചെയ്യുന്നവർക്ക് പറ്റും. അതെ, അവർക്ക് ലോണൊക്കെ എടുത്ത് വരണം. അതെ, ഇവിടെ ആകുമ്പോഴേക്കും ചെയ്യുന്നവരുണ്ട്, നാട്ടിൽ നിന്ന് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ കൂടുതലും GCC എത്ര പേരെ ഇതുവരെ സഹായിക്കാനായിട്ടുണ്ട്? എനിക്കിപ്പോ കാൻഡിഡേറ്റുമായിട്ട് ഇപ്പോൾ ഇന്ററാക്ട് ചെയ്യുന്ന ഒരു നമ്പർ നോക്കിയാൽ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഏകദേശം മോർ ദാൻ ഒരു 50,000 നഴ്സസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലാണെങ്കിലേ ഉള്ളൂ. പിന്നെ 1000+ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓൺഗോയിങ് ആണ്. നമുക്കൊരു അറൌണ്ട് 200 നഴ്സസിന്റെ ലൈസൻസ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒത്തിരി പേര് അവരെ ഓസ്ട്രേലിയക്ക് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ വൈ ഡെസ്മ എന്ന് ചോദിച്ചല്ലോ, അതിൽ മെയിനായിട്ട് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെസ്മ ഇന്റർനാഷണൽ ത്രൂ നഴ്സിംഗ് രജിസ്ട്രേഷൻ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ PR മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. നമ്മൾ എൻറോൾമെന്റ്സ് കൂട്ടുക എന്നുള്ളതല്ല, ക്വാളിറ്റി ഓഫ് സർവീസ് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ എയിം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് എടുക്കുള്ളൂ. പുറത്തുനിന്ന് ഇപ്പോൾ ലൈസൻസ് കംപ്ലീറ്റ് ചെയ്ത് വന്നവർക്ക് നമ്മൾ PR എടുക്കാറില്ല. അത്രയും നമ്മൾക്ക് അവർക്ക് ഗൈഡൻസ് കൊടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ കാൻഡിഡേറ്റ്സ്.